സംസ്ഥാനത്ത് നിപ ബാധയുമായി ബന്ധപ്പെട്ട് 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടുള്ള പനി, മസ്തിഷ്ക ജ്വരം എന്നിവ റിപ്പോർട്ട് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്. ആകെ 543 പേർ നിപ സമ്പർക്ക പട്ടികയിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? നിപ ഇത്ര കൂടുതൽ ജില്ലകളിലേക്ക് ജാഗ്രതാ നിർദ്ദേശം വരുന്ന ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്കെൻ എന്തായാലും നിലവിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, വയനാട് ജില്ലകളിലെ ആശുപത്രികൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ നിപ ലക്ഷണങ്ങളോടുള്ള പനി, മസ്തിഷ്ക ജ്വരം തുടങ്ങിയവ ഏതെങ്കിലും ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് സംസ്ഥാന കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. പാലക്കാട് സ്വദേശിയായ 57-കാരൻ, നേരത്തെ മരിച്ച 57-കാരനും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിലേക്കും വരികയാണ്. ഇപ്പോൾ നിലവിലെ സമ്പർക്ക പട്ടിക 543 അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ്. മലപ്പുറത്ത് 208 പേർ, പാലക്കാട് 219 പേർ, കോഴിക്കോട് 114 പേരും ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിൽ 36 പേരും, ഹയസ്റ്റ് റിസ്ക് സമ്പർക്ക പട്ടികയിൽ 36 പേരും, ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിൽ 128 പേരുമുണ്ട്. എന്തായാലും നിപ സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. അവരുടെ അവരുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കണക്ഷൻ ട്രീയും തയ്യാറാക്കി കഴിഞ്ഞു. അനാവശ്യ യാത്രകളെല്ലാം ഇനി പ്രത്യേകിച്ച് ജാഗ്രതയോടുകൂടി നടത്തണം. പ്രത്യേകിച്ച് ഈ പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ച് അനാവശ്യമായ യാത്രകൾ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ആശുപത്രികളിൽ എത്തുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. അനാവശ്യമായി ആശുപത്രികളിൽ കയറി ഇറങ്ങരുത്. കൂട്ടിരിപ്പുകാരാണെങ്കിൽ ഒരാൾ മാത്രം നിൽക്കുക. ആശുപത്രിയിൽ കഴിയുന്ന രോഗികളെ കാണാനായി കൂടുതൽ പേർ ആശുപത്രിയിൽ എത്തരുത് തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രതയോടുകൂടി, കാരണം ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ 10 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 2 പേർ ഇപ്പോൾ ICUവിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഓരോ ദിവസവും ഈ ഉന്നതതല യോഗങ്ങളും ചേരുന്നുണ്ട്. കൃത്യമായി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. നിപയെല്ലാം നമ്മൾ മറികടന്ന ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനാകും. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് നിപ ബാധയുടെ മറ്റു ചില വിവരങ്ങളും വടക്കൻ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. നിപ ജാഗ്രത ഇത്രയധികം താലൂക്കുകളിൽ, ജില്ലകളിൽ വന്ന സ്ഥിതിക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ വന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ എന്താണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. മലബാറിൽ കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും പാലക്കാടും ഒപ്പം തൃശ്ശൂർ ജില്ലയിലും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 114 പേരാണ് ഇവിടെ നേരിട്ടുള്ള സമ്പർക്ക പട്ടികയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ള ആളുകൾ ആശുപത്രി സന്ദർശനങ്ങൾ, അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്ന മുൻകരുതലുകളൊക്കെ അതുപോലെ തന്നെ തുടരാനുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള നിപ രോഗിയുടെ ആരോഗ്യസ്ഥിതിയാണ്. അക്കാര്യത്തിൽ കാര്യമായ പുരോഗതി, അതായത് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർക്ക് പരമാവധി ഏറ്റവും മികച്ച ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു രോഗി കൂടി പാലക്കാട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജില്ലകളിലൊക്കെ ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകി പോരുന്നത്. എന്തായാലും കോഴിക്കോട്ടെ രോഗിയുടെ സ്ഥിതി ഈ ദിവസവും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഓക്കെ, നിഖിൽ പ്രമേഷ്, വളരെ നന്ദി.